സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. നമ്മുടെ കർമ്മമനുസരിച്ച് നല്ല നല്ല കർമ്മങ്ങൾ, നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല വിചാരങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, നല്ല മാർഗങ്ങൾ, അതിലൂടെ നന്മ നിറഞ്ഞൊരു ജീവിതം എത്ര കാലം സാധിക്കോ അത്രയും കാലം, എങ്ങനെയൊക്കെ സാധിക്കോ അങ്ങനെയൊക്കെ, എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം. ഒരു കാര്യം വളരെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും: നന്മകളിലേക്ക് ജനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. തിന്മകളുടെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിലും അത് ഒറ്റപ്പെട്ടതാണ്. ഊണ് കഴിക്കുമ്പോൾ എത്ര കല്ല് കടിച്ചു എന്നല്ലേ ഓർമ്മിക്കാറുള്ളൂ. ചോറ് എത്ര കടിച്ചു എന്ന് നമ്മൾ ഓർമ്മിക്കാറില്ലല്ലോ, ചിന്തിക്കാറില്ലല്ലോ, വിചാരിക്കാറില്ലല്ലോ, കണക്ക് കൂട്ടാറില്ലല്ലോ. അതുപോലെ ധാരാളം നന്മകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നന്മകളെ ലോകത്തിൽ നടക്കുന്നുള്ളൂ. ഇന്ന് വൈകുന്നേരം അത്ഭുതകരമായിട്ട് കേട്ട ഒരു വരി 2 ദിവസം 3 ദിവസം മുമ്പ് നടന്നതായിരിക്കും. റഷ്യയിലെ ഫിനാൻസ് മിനിസ്റ്റർ, റഷ്യ ഒരു വെസ്റ്റേൺ കൺട്രി, പാശ്ചാത്യ രാജ്യമാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ ആ റഷ്യ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്: പാശ്ചാത്യ നാടുകൾ ഭാരതത്തിനെതിരെ ചെയ്തതിന് ഞങ്ങള് അതിഗംഭീരമായിട്ട് മാപ്പ് ചോദിക്കുന്നു എന്ന്. അപ്പൊ അംഗീകരിച്ചു. റഷ്യ നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഏതായാലും നമുക്കെതിരെ പലതും സംഭവിക്കുന്നു ലോകത്ത്. അതും ഒരു തരത്തിൽ നല്ലതാണ്. ഉറങ്ങിക്കിടക്കുന്ന രാഷ്ട്രം ഉണരുമ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം ഉണ്ടാവും. ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മതം, ഒരേ ഒരു ധർമ്മം, ഒരേ ഒരു പന്ഥാവ്, ഒരേ ഒരു ലക്ഷ്യം, അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു രാഷ്ട്രം ഉണരരുത്, ഉറങ്ങണം, എഴുന്നേൽക്കരുത് എന്ന് ഇവിടെ അകത്തും പുറത്തുമുള്ളവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഉണരുമ്പോ കാണിക്കുന്ന വെപ്രാളം, ഭാരതം ഉണരുമ്പോ കാണിക്കുന്ന വെപ്രാളം. സ്വിറ്റ്സർലൻഡിലെ അംബാസിഡറെ വിളിച്ച് ഇന്ത്യൻ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് റിമൂവ് ആന്റി ഇന്ത്യ സ്ലോഗൻസ് ഫ്രം യുവർ കൺട്രി നിർദ്ദേശിച്ചതാ. അല്ലെ, എന്താ ഷാർപ്പ് വാക്ക്! കാരണം ഇന്ന് നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് സഹിക്കാൻ പറ്റണില്ല. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള മന്ദബുദ്ധികൾ ഒഴികെ ബാക്കി ആൾമോസ്റ്റ് എല്ലാവരും ഒന്നുകിൽ സൈലന്റ് അല്ലെങ്കിൽ ഭാരതത്തിന് അനുകൂലമായിട്ട് ശക്തമായിട്ട് പറയുന്നു. ഭാരതത്തിനകത്തും പുറത്തും പറയുന്നു. അതുകൊണ്ട് നമ്മളുടെ ദൗത്യം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതാണ്: സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന മഹാചൈതന്യം, ആ ചൈതന്യത്തെ ഫോക്കസ് ചെയ്യൂ, എന്നിട്ട് അതിന് സമർപ്പണമായിട്ട് പ്രവർത്തിക്കൂ. എന്തൊരു ഗംഭീരമായിട്ടുള്ള വരിയ! ഒരു 2 ആഴ്ച മുമ്പ് മാതാ മൃതാനന്ദമയിയുടെ ആ ആശ്രമത്തിൽ വള്ളിക്കാവില് പോയിരുന്നപ്പോ ഒരു വിഷയം എനിക്ക് തന്നത് യജ്ഞം എന്നുള്ളതാണ്. കാരണം ഹിന്ദു ധർമ്മത്തിൽ ഡിപ്ലോമ കോഴ്സ് നടത്തുമ്പോൾ അതല്ലാത്തവർക്ക് ഈ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ യജ്ഞം എന്ന വാക്ക്, അതാണ് ഭഗവാൻ ഇന്നലെ നമ്മൾ പറഞ്ഞതിൽ ഭഗവാന്റെ ശ്ലോകം. ഏതൊന്നുകൊണ്ടാണോ സർവചരാചരങ്ങളും കവർ ചെയ്തിരിക്കുന്നത്, ഏതൊരു ചൈതന്യമാണോ സർവചരാചരത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്, സത്യമല്ലേ അത്? വളരെ സത്യമല്ലേ? ഈ ഹാർട്ട് ഞാൻ പറഞ്ഞിട്ടാ പ്രവർത്തിക്കുന്നത്, എന്റെ മൂക്ക് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാ, എന്റെ നാക്ക് അക്ഷരങ്ങൾ ചേർത്ത, വാക്കുകൾ ചേർത്ത, വരികൾ ചേർത്ത ഭഗവത്ഗീത സന്ദേശം നിങ്ങളോട് പറയുന്നത്
എന്റെ നാക്ക് മുകളിലേക്കും ചുവട്ടിലേക്കും വരുന്നത് ഞാൻ വിചാരിച്ചാ വരുമോ? അക്ഷരങ്ങൾ ചേർന്ന വാക്കുകൾ ചേർന്ന വരികൾ ഇത്ര സ്പീഡിൽ വരുമോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നാക്ക് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണില്ലേ, അക്കോമഡേറ്റ് ചെയ്യണില്ലേ? ഏതൊരു ചൈതന്യത്താലാണോ സർവ്വചരാചരങ്ങളും ആവരണം ചെയ്തിരിക്കുന്നത്, ഏത് ചൈതന്യത്താലാണോ സർവ്വചരാചരങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ആ ചൈതന്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അർജുന നീ പ്രവർത്തിക്കും. അതാണ് യജ്ഞം, യജ്ഞഭാവം. ആ പ്രവൃത്തി യജ്ഞവും. അങ്ങനെ ആ ചൈതന്യത്തിൽ സമർപ്പിക്കുന്നു എന്ന ഫീലിംഗ്, സമർപ്പിക്കുന്നു എന്ന മനോഭാവം, അത് യജ്ഞഭാവവും. സിമ്പിളാണത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മിനിറ്റ് കൊണ്ട് അവർക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ശരിക്കും ഈശ്വര നിനക്ക് സമർപ്പിക്കുന്നു. നമ്മൾ പറയാറില്ലേ, രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം നമമ, ഞാൻ രാഷ്ട്രത്തിനായിട്ട് സമർപ്പിക്കുന്നു, ഇത് എന്റേതല്ല. അല്ലേ? അഗ്നയേ സ്വാഹ അഗ്നയേ ഇദം നമമ, വൈശ്വാനരായ സ്വാഹ വൈശ്വാനരായ ഇദം നമമ, അശ്വിനി ദേവതാഭ്യോ നമ സ്വാഹ അശ്വിനി ദേവതാഭ്യോ നമ, സൂര്യായ സ്വാഹ സൂര്യായ ഇദം നമ, അർക്കായ സ്വാഹ അർക്കായ ഇദം നമ, പ്രജാപതേ സ്വാഹ പ്രജാപതേ ഇദം നമമ. ഇതൊന്നും എന്റേതല്ല എന്നും കൂടി ചേർത്താ പറയുന്നത്. നമ്മൾ എന്ത് സ്വാഹ പറയുമ്പോഴും ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ഗണപതയേ സ്വാഹ ഗണപതേ ഇദം നമ, വിഷ്ണവേ സ്വാഹ വിഷ്ണവേ ഇദം നമ, ദേവ്യൈ സ്വാഹ ദേവ്യൈ ഇദം നമ. പറയുന്ന ആൾ ഒരു പക്ഷെ ഓർക്കുന്നില്ല ആയിരിക്കാം ഇദം നമമ എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ ഇത് എന്റേതല്ല. അതാണ് സമർപ്പണ ഭാവം, യജ്ഞഭാവം. കാരണം ഈ ശരീരം തന്നെ നിന്റേതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശരിക്കും ചിന്തിച്ചു നോക്കൂ. യുക്തിവാദിയുടെ ചിന്തയിൽ ചിന്തിച്ചു നോക്കാം. ഈ ശരീരം തന്നതാര? പ്രകൃതി. അച്ഛനമ്മമാരിലൂടെ ഭൂമിയിൽ വന്ന് 19 വർഷം ജീവിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു ദൗത്യവും തന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അർത്ഥ സന്ദേശം അതിനകത്തുണ്ട്. സമർപ്പണ ഭാവം. നീ ഈ ശരീരം തന്നു, ഈ ശരീരത്തിനകത്തെ ചൈതന്യം നീയാണ്, ശരീരത്തിന് പുറത്തുള്ള ചൈതന്യവും നീയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന തോന്നൽ എന്റെ മനസ്സിൽ നീ ഉണ്ടാക്കി, ഞാനിതാ അതെല്ലാം ചെയ്യുന്നു. എത്ര ഭംഗിയായിട്ട് കഴിഞ്ഞ ദിവസം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു എന്നുള്ള അറിയോ? ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഈ മനോഭാവം ദുബായിൽ പ്രവർത്തിക്കുന്നവര്, മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്നവർ, അമേരിക്കയിൽ പ്രവർത്തിക്കുന്നവർ, കാനഡയിൽ പ്രവർത്തിക്കുന്നവർ, യൂറോപ്പിൽ പ്രവർത്തിക്കുന്നവർ, ലോകത്തിലെ എവിടെ പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് ദുഃഖം, വിഷമം, വേദന, തടസ്സം, പ്രശ്നങ്ങൾ തോന്നുമ്പോൾ ഈ ഒരു യജ്ഞഭാവം മനസ്സിലെടുത്തു എന്ന് വിചാരിക്കാം. യുദ്ധായ യുജ്യസ്വ, ഭഗവാൻ ഒരിടത്ത് പറയുന്നുണ്ട്, നീ യുദ്ധം ചെയ്യുന്നതിന്റെ ഗുണദോഷങ്ങൾ ചിന്തിക്കേണ്ട, നീ ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യൂ. യു ഡു ഇറ്റ്. Do it. Don't think plus and minus. Don't think past, present and future. Don't think about the result and the goal and other thing. Just to do it. അതല്ലേ ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്? യഥ പ്രവൃത്തിർഭൂതാന, എവിടെ നിന്നാണോ സർവ്വചരാചരങ്ങളും അവരുടെ പ്രവൃത്തിയെ ആരംഭിക്കുന്നത് സർവ്വചരാചരങ്ങളെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഏന സർവമിതം തതം, ഏതൊരു ചൈതന്യത്താലാണോ ഈ സർവ്വതും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, സ്വകർമ്മണാതമഭ്യർച്ച. ആ 2 വാക്കുകൾ വളരെ സ്പ്ലിറ്റ് ചെയ്താൽ 4 വാക്കുകൾ. സ്വ പ്ലസ് കർമ്മണ പ്ലസ് തം പ്ലസ് അഭ്യർച്ച, അതിന് 2 വാക്കായി മാറി സമാസം. സ്വകർമ്മണാതമഭ്യർച്ച, ആ നമ്മുടെ കർമ്മം കൊണ്ട് അതിനെ അങ്ങോട്ട് ആരാധിക്കാം. ഞാൻ യഥാർത്ഥത്തില് നമ്മളുടെ രാമസിംഹൻ അബൂബക്കറോടും പറയുന്ന ഇത് തന്നെയാ. നിങ്ങൾ ചെയ്യാനുള്ളത് സമർപ്പണ ഭാവത്തിൽ ചെയ്യൂ. ഹിന്ദു കൂടെ ഉണ്ട്. ഉണ്ടാവോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സംശയാത്മാ വിനശ്യതി. ഞാൻ ഇന്ന് വായിച്ചു, നമ്മുടെ അബൂബക്കർ രാമസിംഹൻ ചിരിച്ചു എന്ന്. കാരണം അത്രയും വലിയ പ്രവാഹമാണ്. ഒരൊറ്റ ദിവസം തന്നെ ഇതൊക്കെ വരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാൻ ഒന്നുകൂടി പറയണമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ മാളികപ്പുറം ഉണ്ടാക്കിയ ഉണ്ണി മുകുന്ദൻ പിണറായി വിജയന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു സീനും കൂടി ഉണ്ട്. അതുവരെ കർമ്മം ചെയ്യുന്ന വ്യക്തികൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, കേന്ദ്ര മന്ത്രിമാര് കേരളത്തിൽ നിന്ന് ഒരു BJP-കാരനും ഇല്ലാത്തത് കൊണ്ട് കേരളത്തിലെ റോഡ് വികസനത്തിന്, കേരളത്തിലെ തോട് വികസനത്തിന്, കേരളത്തിലെ വാഹനങ്ങളുടെ വികസനത്തിന്, കേരളത്തിലെ റിസർച്ച് വികസനത്തിന് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. രാഷ്ട്രം വേറെ, രാഷ്ട്രീയം വേറെ. അതുകൊണ്ട് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവരുത്. ആ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശത്രുക്കൾ ഉണ്ടാവാം. ഞാനൊരു ഇൻഡിവിഡ്വലാണ്. എനിക്ക് പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല. കൂടി വന്നാൽ ചത്തുപോകും, അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടാവും.
അതല്ലല്ലോ വലിയ കർമ്മത്തില് 1085 തിയേറ്ററുകളിൽ സിനിമ ഓടിക്കുന്ന സമയത്ത് എല്ലാവരുടെയും സഹകരണം വേണ്ടേ? ആ വാക്കുകളല്ലേ ഉപയോഗിക്കേണ്ടത്, ആ രീതിയല്ലേ അപ്രോച്ച്. അതുകൊണ്ടാണ് സ്വകർമ്മണാതം അഭ്യർച്ച, നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയെ സ്വന്തം കർമ്മം കൊണ്ട് അർച്ചനാഭാവത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുക. ഈ കർമ്മം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ്. അതല്ലെങ്കിലാണ് തകരുന്നത്, തളരുന്നത്, വരളുന്നത്. ഞാൻ എന്ന ഭാവം, എനിക്ക് എന്ന ഭാവം തൽക്കാലം മാറ്റണം എല്ലാ കാര്യത്തിലും. ആ സ്വകർമ്മണാതം അഭ്യർച്ച എന്ന് പറഞ്ഞപ്പോ ഭഗവാനെ കൃഷ്ണ, നീ കംപ്ലീറ്റ് മെസ്സേജ് ആ 2 വരിയിൽ വാക്കിലൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കർമ്മം രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ നമഃ സമർപ്പിക്കുന്നു. ഞാൻ സ്വകർമ്മണ ആ ചൈതന്യത്തെ അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ഈ ലോകത്തിലെ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഏത് മലയാളിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലെ, കമ്പനിയിലെ, പ്രസ്ഥാനത്തിലെ, രാജ്യത്തിലെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കല്ലേ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ കർമ്മം ഈശ്വരാരാധനയാണ് എന്ന് പറയുക. നമ്മുടെ മഴുവഞ്ചേരിക്കടുത്ത് ഒരു മുസ്ലിം ഉണ്ട്. ആ മുസ്ലിമിന്റെ പേര് പറഞ്ഞാണ് എനിക്ക് ഓർമ്മയില്ല. സായിബാബയുടെ ആരാധകനാണ്. സായിബാബയുടെ ആരാധകനാണ്, പുട്ടപർത്തി പോകുന്നവനാണ്, എല്ലാമാണ്. ഇപ്പൊ ഞാനൊരു ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു, ജഗ്ഗി വാസുദേവന്റെ ശിഷ്യന്മാരെ കണ്ടു പഠിക്കണം. എന്തിനാണത്? ഈ ജഗ്ഗി വാസുദേവ് ഈശാസ്വാമി സദ്ഗുരു പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഇങ്ങനെ നിറഞ്ഞും സോഷ്യൽ മീഡിയയിൽ അവർ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഈശാസ്വാമിയുടെ കോയമ്പത്തൂർക്ക് പോകണമെന്നില്ല, അവിടെ പോയിട്ട് അർച്ചന നടത്തണമെന്നില്ല, അവിടെ പോയിട്ട് ശിവരാത്രി പങ്കെടുക്കണമെന്നില്ല, അദ്ദേഹത്തിന്റെ നൃത്തം കാണണമെന്നില്ല. അദ്ദേഹത്തിന്റെ സന്ദേശം ലോകത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കഴിഞ്ഞില്ലേ ഏറ്റവും വലിയ ദൗത്യം. അതുപോലെ അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ശ്രീ ശ്രീ രവിശങ്കറിന്റെ കർമ്മമണ്ഡലത്തിലുള്ളവർ ചെയ്യുന്നില്ല? സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ ചെയ്യുന്നില്ല? ബ്രഹ്മകുമാരീശന്റെ കർമ്മമണ്ഡലത്തിലുള്ളവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഈ കേച്ചേരിയിലെ മഴുവഞ്ചേരിക്ക് അടുത്തുള്ള മുസ്ലിം പറയാ, ഞങ്ങൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ആരാധനയും അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം സാർ എന്ത് കൃത്യമായിട്ട് ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്വാമിയുടെ, മുസ്ലിമാണേല്, ഈ സ്വാമിയുടെ സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയ എന്ത് ആരാധനയുള്ളതെന്ന് ഇത് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റണില്ല എന്നാണ് അയാൾ പറഞ്ഞത്. 3 ദിവസം മുമ്പ് അയാൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വകർമ്മണാതം അഭ്യർച്ച. അമ്മയുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾ കീർത്തനം ചെല്ലണ്ടെന്ന് ഞാൻ പറയണില്ല, നമസ്കരിക്കണ്ടെന്ന് പറയണില്ല, ധ്യാനിക്കണ്ടെന്ന് പറയുന്നില്ല. അമ്മ കൊടുക്കുന്ന ആ സന്ദേശം, എന്റെ കർമ്മത്തിലെ അമ്മയുടെ സന്ദേശം ഞാൻ ലോകത്തിനെത്തിക്കുന്നു, സായിബാബയുടെ സന്ദേശം ലോകത്തിനെത്തിക്കുന്നു, ശ്രീ ശ്രീ രവിശങ്കറിന്റെ സന്ദേശം ലോകത്തിനെത്തിക്കുന്നു. നമ്മളുടെ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് ഓരോരുത്തർ ചെയ്യുന്ന സന്ദേശം ഈ ലോക രാഷ്ട്രങ്ങളിലുള്ള ഭാരതീയരെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിനെതിരെ ചെയ്യുന്നതും ഞാൻ ജനങ്ങളെ അറിയിക്കുന്നു. അവർ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. എന്റെ ജോലി സിമ്പിളല്ലേ? കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സ്വകർമ്മണാതമഭ്യർച്ച എന്ന വാക്കിനകത്തുള്ള വരികൾക്ക്, ഒരു വരിയിലെ കാൽവരിയേ ഉള്ളൂ, കാൽവരിയല്ല, ഇത് കാൽവരിയേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ കാല് 1/4 വരിയിലുള്ള സന്ദേശം നിങ്ങൾ ചെയ്താൽ, ഇന്ന് ഒരു സ്ത്രീ കീർത്തി ഹിസ്റ്ററി എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? വൈകുന്നേരം 4 മണിക്ക് 75 വർഷമായി നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ റിട്രീറ്റില് എലിസബത്ത് രാജ്ഞിയുടെ കല്യാണത്തിന്, വിവാഹത്തിന് അവര് ആ ബ്യൂഗിളിൽ വായിച്ചതാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 75 വർഷമായിട്ട് മിലിറ്ററി റിട്രീറ്റിന് ഉപയോഗിക്കുന്ന ക്രിസ്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ മ്യൂസിക്. ഇപ്രാവശ്യമാണ് അത് മാറ്റിയത്. ഇപ്രാവശ്യം ഇതിപ്പോ മാർച്ചല്ലേ, ഈ ജനുവരി 26-നാണ് മാറ്റിയത്. 75 വർഷമായിട്ട് എലിസബത്ത് രാജ്ഞിയെ കെട്ടിയതിന്റെ ആ റിട്രീറ്റ് മ്യൂസിക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായിട്ട്. എനിക്കത് കേട്ടപ്പോഴത്തേ അത് എന്ത് കൃത്യമായിട്ടാണ് ആ കീർത്തി ഹിസ്റ്ററി പറയുന്നതെന്ന് അറിയാം. ഒക്കെ ചെറിയ ചെറിയ മെസ്സേജുകളാണ്, 1 മിനിറ്റ് മെസ്സേജുകളാണ്. അത് ഇതുവരെയും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അടൽ ബിഹാരി വാജ്പേയിക്കും അറിയാൻ സാധിച്ചിട്ടില്ലേ? ഇത്രയും കാലം 8 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിച്ചിട്ടും അറിയാൻ സാധിച്ചില്ലേ? ഈ അമ്മായിയമ്മയുടെ താലികെട്ടിന്റെ ഇവിടെ എന്തിനാ കെട്ടിവയ്ക്കുന്ന? അവര് പോയപ്പോഴത്തേക്കും അവരുടെ ജാരസന്തതിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ട്. ഒരു റോമൻ കത്തോലിക്കൻ അമ്മച്ചിയും പോപ്പിന്റെ സന്ദേശമായ വാഹകയായിട്ട് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് ഓർത്തുകൂടെ ഇത് ആരുടെയാണ്? എന്താണ് ഈ സംഗീതത്തിന്റെ അർത്ഥം? ഇപ്രാവശ്യമാണ് വീരശൂര പരാക്രമികളായിട്ട് യുദ്ധത്തിൽ മരിച്ചവരുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള
ഒരു ഉജ്ജ്വലമായ മിലിറ്ററി സോങ് ആണ് ഇപ്രാവശ്യം റിപ്പബ്ലിക് ഡേക്ക് ആലപിച്ചത്. എന്നാലും കേട്ടപ്പോ സന്തോഷമല്ല തോന്നിയത്, കരച്ചിലാ വന്നത്. ഈ 75 വർഷങ്ങളായിട്ട് ഈ നാട് ഭരിച്ച ഡാഷുകള് അവരിത് ചിന്തിച്ചില്ലേ, അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങളൊക്കെ എന്ത് പണ്ടാരോ ചെയ്യുന്നത് ഇത്രയും നാട് കാലമായിട്ട്? ഈ നാടിൽ ഇത്ര IAS IPS ബുദ്ധിജീവികളും ഇല്ലേ? നിങ്ങളൊന്നും ഇത് കണ്ടില്ലേ? നമ്മളെ ഭരിച്ചു മുടിച്ചു കൊന്നു കൊല വിളിച്ച ഗതികിട്ട പ്രേതങ്ങളായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അതിലെ ഒരമ്മച്ചിയുടെ കല്യാണത്തിന്റെ പാട്ട് നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ പാട്ടായിട്ട് ഉപയോഗിക്കുക എങ്ങനെയുണ്ട്? ഏതായാലും ജസ്റ്റ് ചിലപ്പോ വികാരം കൊള്ളുന്നത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, അത്ര വികാരം പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചിലതിപ്പോ ഷൗട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, സ്വകർമ്മണാതം അഭ്യർച്ച. ഈ സ്വന്തം കർമ്മം കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ ആരാധനാ ഭാവത്തിൽ അർച്ചന നടത്തുന്നവർക്ക് ചൊല്ലുന്ന മന്ത്രം ഏതാണെന്ന് അറിയണ്ടേ? അർത്ഥം അറിഞ്ഞില്ലെങ്കിലും മന്ത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടെങ്കിലും അറിയണ്ടേ? എത്ര വികൃതമാണല്ലേ സത്യത്തില്. അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. മനുഷ്യർക്ക് സിദ്ധി കിട്ടാൻ ഏറ്റവും നല്ല വഴി അതാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മം. വീണ്ടും ഞാൻ ആ വരി ആവർത്തിക്കുന്നു, ലോകത്തിൽ എവിടെയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ബുദ്ധിമുട്ട് തോന്നുന്നു, ദുഃഖം തോന്നുന്നു, നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുന്നു, കുറ്റബോധം തോന്നുന്നു, വേറെ എന്ത് തോന്നുകയാണെങ്കിലും അതൊക്കെ മാറ്റിവെക്കാം. അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് അത് ഈശ്വര ആരാധനയാണ് എന്ന് പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ അമ്പലത്തിലേക്ക് പലപ്പോഴും പോകാൻ പറ്റാറില്ല. എനിക്ക് ഈ ക്ലാസ്, ഭഗവത്ഗീത ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് 6:25 പടിഞ്ഞാറ് വശത്ത് പോയി നിന്ന് സൂര്യനെ നോക്കിയിട്ട് ഒരു 3 മിനിറ്റ് കൈകൂപ്പി നിൽക്കും. ഒരല്പം ഇടത്തോട്ട് തിരിഞ്ഞാൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ ഡയറക്ഷനാണ്. അവിടെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ കുറെ നേരം പ്രാർത്ഥിക്കും. പിന്നെ ഒരല്പം വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വടക്ക് പടിഞ്ഞാറേ മൂലയില് ചക്രകുളങ്ങര ക്ഷേത്രത്തിലെ മഹാദേവനാണ്. ഒരു 3-4 വർഷം അവിടെ പൂജ നടത്തിയതാ. ഈ 3 സൂര്യനെയും, നേരെ സൂര്യനെയും, ഇടത് സൈഡില് പൂർണ്ണത്രയീശനെയും, വലത് സൈഡില് ശിവൻ ചക്രകുളങ്ങര ക്ഷേത്രത്തെയും നിറച്ച് മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് ആരാധിച്ചിട്ട് ഞാൻ നിന്നെ തൊഴാൻ വരികയാണ് ഭഗവാനെ പൂർണ്ണത്രയീശ, ഞാൻ നിന്നെ തൊഴുന്നു, സൂര്യദേവ ദിനേശ ഭാസ്കര ദ്വാദശാത്മ നമോസ്തുതേ എന്ന് 3-4 പ്രാവശ്യം പറയും. അതേപോലെ തന്നെ ശിവനെയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്റെ ക്ലാസ് എടുക്കാൻ വരിക. ഈ ക്ലാസ് എടുക്കലാണ് സ്വകർമ്മണാതം അഭ്യർച്ച. എന്റെ കർമ്മത്തിലൂടെ ഞാനിതാ നിങ്ങളെ ആരാധിക്കുന്നു. ആ മനോഭാവത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ആരാധന നിനക്കാണ്, വിളിച്ചാൽ ഞാൻ വരാൻ റെഡിയാണ്. സിദ്ധിം വിന്ദതി മാനവ. മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത്. എന്നാലും ഇത് എത്ര പറഞ്ഞാലും അതിന്റെ സ്പിരിറ്റ് തീരില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നു. അടുത്തത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. അവനവന്റെ കർമ്മം എന്തായാലും ശരി. ആരാച്ചാര് മനുഷ്യനെ തൂക്കിക്കൊല്ലുകയാണ്, പക്ഷെ അയാൾക്ക് പാപം ഇല്ലല്ലോ. ജഡ്ജി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആൾക്കും പാപം ഇല്ലല്ലോ. പക്ഷെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ജഡ്ജിക്ക് കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ആരാച്ചാർക്ക് കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? പട്ടിണി കിടത്തിയിട്ട് കഠിന തടവിലിടുന്നവരുടെ മുഖഭാവം കാണുമ്പോഴത്തേക്കും ജയിലർക്ക് കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? വെടിവെച്ച് കൊല്ലാനായിട്ട് പട്ടാളക്കാരോട് പട്ടാള ഭരണമുള്ള രാജ്യത്തിലെ ജനങ്ങള് ഭരണാധികാരി പറയുമ്പോൾ വെടിവെച്ച് കൊല്ലുമ്പോൾ അയാൾക്ക് കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ ചൈന ബോർഡറില് നിൽക്കുമ്പോഴത്തേക്കും ചൈനീസ് പട്ടാളം വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ തല്ലുന്നു, വടികൊണ്ട് തല്ലുന്നു, അല്ലെങ്കിൽ കോലുകൊണ്ട് തല്ലുന്നു, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ വന്നാൽ അവനെ കൊല്ലുന്നു. ഒരു കാരണവശാൽ കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? പോലീസുകാർ ലാത്തി ചാർജ് ചെയ്യാനായിട്ട് ഭരണാധികാരികൾ ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും അടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നില്ലേ? പോലീസുകാർക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ നമുക്കത് എന്താ പറയാ, തെറ്റാണ്, വേദനിപ്പിക്കുന്നതാണ് എന്ന് എല്ലാം തോന്നുന്ന കർമ്മം ദൂരെ മാറിയെന്ന് എനിക്ക് തോന്നുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുമെങ്കിലും കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. കാരണം അത് അയാളുടെ ഉത്തരവാദിത്വമാണ്. ഈസ് റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി ആൻഡ് പ്രിവിലേജ്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആരാചാരായിട്ട് വർക്ക് ചെയ്തിരുന്ന രാമചന്ദ്രൻ നായരുടെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തൊഴാൻ വരുമ്പോ ആർക്കും അറിഞ്ഞൂടെ അയാൾ ആരാചാരായിരുന്നു എന്നും അയാളുടെ മക്കൾ ആരാചാരല്ല എന്നും. ആരാചാരായിരുന്ന കാലത്ത് നിങ്ങൾ ഇത്രയും പേരെ തൂക്കിക്കൊന്നതിൽ ദുഃഖം തോന്നുന്നു. ഞാനെന്തിനു ദുഃഖിക്കണം? ഗവൺമെന്റ് ഓർഡർ അല്ലേ, എനിക്ക് ദുഃഖിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ആരാചാര്യന്റെ ജോലിയാണ്, ഗവൺമെന്റ് ഉദ്യോഗമാണത്. അതിൽ അന്നും എന്നോട് ആരും ഒന്നും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അല്ലേ? എന്ത് കൂളായിട്ട് അദ്ദേഹം പറയുന്നത്, നല്ല സ്മാർട്ടായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഇത്രയും പേരെ തൂക്കി കൊന്നപ്പോഴത്തേക്കും അവരെന്നെ ശപിച്ച് നശിച്ച് മുടിഞ്ഞു പോകുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, തോന്നേണ്ട കാര്യമില്ല. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ.
പരധർമ്മ സ്വനുഷ്ഠിത. എത്ര ക്ലിയർ ആണല്ലേ? നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ, മറ്റുള്ളവനെ പാര വെക്കാതിരിക്കൂ, മറ്റുള്ളവനെ മുടിപ്പിക്കാതിരിക്കൂ, മറ്റുള്ളവനെ തകർക്കാതിരിക്കൂ, മറ്റുള്ളവന്റെ മനോവീര്യം കെടുത്താതിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ. ഇത്രയും കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ മലയാളികൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കാൻ വേണ്ടി വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും ശ്രമിക്കുന്നത് ഒഴിവാക്കുക. കാരണം നമ്മൾ എന്തിനാ ബാക്കിയുള്ളവന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പണ്ട് തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. പണ്ട് മറ്റു പലരുടെയും കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നവൻ ശരിക്കും അനുഭവിക്കുന്നത് ഇപ്പൊ കാണാം. കണ്ണ് തുറന്ന് നോക്കിയാൽ അറിയാം അവൻ അനുഭവിക്കുന്നത്. അല്ലാത്തവരും അനുഭവിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഇവരൊക്കെ അനുഭവിക്കുമ്പോഴത്തേക്കും ആ അനുഭവിക്കുന്നതിനുള്ള കാരണം മറ്റുള്ളവർക്ക് പറയാൻ പാകത്തിന് അവർ തെളിവായിട്ട് നിൽക്കുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിത. മറ്റുള്ളവരുടെ കാര്യം വിടുക. അവരെന്തു ആവട്ടെ, അവരെന്ത് ചെയ്യട്ടെ, എങ്ങനെയും ചെയ്യട്ടെ. ബാക്കിയുള്ളവരെ കുറിച്ച് അനലൈസ് ചെയ്യാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അവരെ വിമർശിക്കാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അവരെ നന്നാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിത. ആവശ്യമില്ലാത്ത വേറൊരുത്തന്റെ കാലിൽ കയറി, വേറൊരുത്തന്റെ വർക്കില് അയാളുടെ കാര്യത്തിൽ കയറി ഇടപെടാതെ മുമ്പോട്ട് പോവുക. സ്വഭാവ നിയതം കർമ്മ. നിന്റെ സ്വതസിദ്ധമായ ഭാവമനുസരിച്ച് നിനക്ക് തന്നിരിക്കുന്ന കർമ്മം ഏതാണോ, നീ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മം ഏതാണോ അത് ചെയ്യൂ. കുറുവൻ ആപ്നോതി കിൽബിഷം. ആ കർമ്മം നീ ചെയ്താൽ ഒരിക്കലും നീ പാപിയാവില്ല. പാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം. ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ, ദൈവത്തിനെതിരെ നിൽക്കുന്നുണ്ടോ, ദൈവത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടോ, ദൈവത്തിനെ പുകഴ്ത്തുന്നുണ്ടോ, ദൈവത്തിനെ സ്തുതിക്കുന്നുണ്ടോ, അതല്ല പുണ്യവും പാപവും. അതും പുണ്യവും പാപവും തമ്മിൽ ഒരു ബന്ധമില്ല. അതുകൊണ്ട് സർവകിൽബിഷം, ഈ യഥാ സ്വഭാവ നിയതം കർമ്മ, സ്വതസിദ്ധമായ ഭാവത്തിലൂടെ നിങ്ങളൊരു ക്ലർക്കാണെങ്കിൽ ആ ക്ലർക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് പ്രൊമോഷൻ കൊണ്ട് ഹെഡ് ക്ലർക്കും സൂപ്രണ്ടും അതിന്റെ മുകളിലേക്ക് എത്ര പോകാൻ സാധിക്കും പോയിക്കൊണ്ടേയിരിക്കുക. സ്വതസിദ്ധമായ ഭാവത്തിൽ കർമ്മം ചെയ്ത് എത്ര രസകരമായിട്ടുള്ള വഴിയാണ് നോക്കൂ. എന്തേ കാരണം? നീ ചെയ്യുന്നത് നിന്റെ നമ്മളെ സ്വകർമ്മണാതമഭ്യർച്ച എന്ന് പറഞ്ഞ മാതിരി സ്വകർമ്മം കൊണ്ട് അർച്ചന ചെയ്തപ്പോ പിന്നെ ഈശ്വരന്റെ കാര്യം. സ്വഭാവ നിയതം കർമ്മ കുറുവൻ ആപ്നോതി കിൽബിഷ. സ്വതസിദ്ധമായ ഭാവം കൊണ്ട് നീ എന്ത് കർമ്മമാണോ ചെയ്തത്, സ്വകർമ്മണാതമഭ്യർച്ച, സ്വന്തം കർമ്മം കൊണ്ട്. അത് മാത്രമല്ല സ്വഭാവ നിയതം കർമ്മ, എന്തൊക്കെയാണ് അനുകൂലമായിട്ട് വന്നിരിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ സ്വഭാവ നിയതം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം. സ്വതസിദ്ധമായ ഭാവം കൊണ്ട് ഏത് കർമ്മമാണോ നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അർജുന ആ കർമ്മം നീ ചെയ്യൂ. സമർപ്പണമായിട്ട്, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ. ഉറപ്പ് നീ പാപിയാവില്ല. കറക്റ്റ്. കൃഷ്ണൻ വീണ്ടും വീണ്ടും അർജുനനിലേക്ക് തന്നെയാണ് വരുന്നത്, നമ്മളിലേക്കാണ് വരുന്നത്. നീ ഏറ്റെടുത്ത കർമ്മം, നിന്നെ ഏൽപ്പിച്ച കർമ്മം ഭംഗിയായിട്ട് ചെയ്യൂ. അതാണ് ഈശ്വരാരാധന. അമ്പലത്തിൽ പോയില്ലെങ്കിൽ വേണ്ട, നീ ഈശ്വരാരാധന, ഈശ്വരാർപ്പണമായിട്ട് നീ ചെയ്യൂ. അതാണ് പുണ്യം. അത് ഒരു യുദ്ധത്തില് കുറെ പേരെ ചിലപ്പോൾ അധർമ്മത്തിന്റെ കൂട്ടത്തിലുള്ളവരെ കൊല്ലേണ്ടി വരും. ആ കൊല ചെയ്യുക എന്നുള്ളത് പാപമാണെങ്കിലും അത് സ്വധർമ്മമാണെങ്കിൽ അത് പാപമാവില്ല. എക്സ്പ്ലനേഷന്റെ മഹത്വം നോക്കൂ, എത്ര ഭംഗിയായിട്ട് ഭഗവാൻ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. സഹജം കർമ്മകൗന്ദേയ സദോഷമപി നത്യജേത്. നീ ചെയ്യുന്ന കർമ്മം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ആ ദോഷമുണ്ട് എന്ന് പറഞ്ഞ് നീ പിന്മാറല്ലേ. ഏതുപോലെ? ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് പോലെ, ആരാച്ചാര് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് പോലെ, പോലീസുകാരിൽ ലാത്തി ചാർജ് നടത്തുന്നത് പോലെ, അതുപോലെ സത്യം തെളിയിക്കാൻ ചിലപ്പോൾ ക്രൂരനായ വ്യക്തിക്ക് ശരിക്ക് ശാരീരിക ദണ്ഡം കൊടുക്കേണ്ടി വരും. പട്ടാളക്കാരെ എങ്ങനെയാണോ ശത്രുവിനെ നിഗ്രഹിക്കുന്നത് അതുമാതിരി പലതും പലതും പറയുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയാൽ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരും. സദോഷമപി നത്യജേത്. ഭഗവാൻ കൃഷ്ണൻ പക്ക സൈക്കോളജിസ്റ്റും സോഷ്യോളജിസ്റ്റുമാണ്. ഇവിടെ ആത്മീയത ഒന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. നീ ചെയ്യുന്ന കർമ്മത്തിൽ ദോഷമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, ദോഷമില്ല, ദോഷമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പോലും അത് ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ല. അത് ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ല. എത്ര ഭംഗിയാണല്ലേ, എത്ര ഭംഗിയാണ്. നീയൊക്കെ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുമ്പോ ആ കർമ്മം ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ശരിയല്ലെന്ന് തോന്നിയെന്ന് വരും, അത് വേണോ എന്ന് തോന്നിയെന്ന് വരും, രാജ്യത്തിനെതിരാണെന്ന് തോന്നിയെന്ന് വരും, ഇപ്പൊ അത് ശരിയാ, ഇപ്പൊ അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് കേട്ടിരിക്കുന്നത് എന്താ? പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ജനങ്ങള് ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് വരുന്നു. പട്ടാളം സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഒരൊറ്റ എണ്ണം ഭാരതത്തിലേക്ക് കടക്കരുത് എന്ന്.
അതായത് ബാക്കി കമന്റുകൾ എന്താണ്? കറക്റ്റ്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീര് ഭാരതത്തിലേക്ക് ചേർക്കാൻ പറ്റിയ സമയമാണ് ഇത് എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നു. പലരുടെയും അഭിപ്രായമാണ് കേട്ടോ, ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ, കാലം നിങ്ങളെ കൊണ്ട് ബാക്കിയുള്ളത് ചെയ്യിച്ചോളും. വിമർശനങ്ങൾ, അതിപ്പോ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നില്ലേ? നമുക്ക് മാത്രമൊന്നുമല്ലല്ലോ വിമർശനങ്ങൾ. ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് ശരിക്ക് ശൂരോസി കൃതവിദ്യോസി ദർശനീയോസി പുത്രക അസ്മിൻ കുലേ തോൽപ്പന്ന ഗജസ്തത്ര ഹന്യതേ. നീ ശൂരനാകാം, വിദ്യാഭ്യാസമുള്ളവനാകാം, പണ്ഡിതനാകാം, സുന്ദരനാകാം. പക്ഷേ നീ ജനിച്ച കുലത്തില് സിംഹത്തിനെ കൊല്ലാൻ പറ്റിയ കുലം, ആനയെ കൊല്ലാൻ പറ്റിയ കുലമല്ല. കുറുക്കന്റെ മകനെ സിംഹത്തിന്റെ മക്കൾ ചെയ്യുന്ന മാതിരി കുറുക്കന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സിംഹം സുഭാഷിതത്തിൽ പറയുന്നത് പോലെ ഇന്ത്യക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന മാതിരി മറ്റു പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലേക്ക് മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയുടെ വീക്ഷണം, ഈ ഉക്രൈൻ വാറിനെ കുറിച്ച് ഇന്ത്യയുടെ വീക്ഷണം കൂടുതൽ കൂടുതൽ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വരുന്നു. അത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു. മാറുന്നില്ലേ അവര്? നമ്മളല്ലല്ലോ മാറുന്നത്, സൂര്യനല്ലല്ലോ തിരിയുന്നത്, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും അല്ലേ സൂര്യന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത്. എന്തേ കാരണം? സൂര്യൻ ഉറച്ച പാർട്ടിയാ, ബാക്കിയുള്ളത് കറങ്ങുന്നുണ്ട. എത്ര ഗംഭീരമായിട്ടാണ് മാറ്റങ്ങൾ വരുന്നത് അല്ലേ? അതാണ് സഹജം കർമ്മകൗന്ദേയ സദോഷം അഭിനാത്യജ്. ഇത് ഓരോരുത്തരും ഇതാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഓരോ മലയാളിയും, നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇംഗ്ലീഷ്, അവരെടുക്കുന്ന ധർമ്മം ഇത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളുള്ളതാണ്, വയ്യ, എനിക്ക് ശരീരത്തിന് വയ്യ, മനസ്സിന് വയ്യ, എന്റെ കുടുംബത്തിന് നോക്കാൻ പറ്റണില്ല, ഇതൊക്കെ ഉണ്ടാവും. നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ധന്യമായിട്ട് അതിന് ദോഷം ഉണ്ടെങ്കിലും അത് ചെയ്യൂ. വേണ്ടെന്ന് തോന്നുന്ന കാലത്ത് ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി അതവിടെ വെച്ചിട്ട് വരൂ. സർവാരംഭഹി ദോഷേണ. ഏത് കർമ്മം ആരംഭിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും അർജുന. ഏത് കർമ്മം, സർവാരംഭ, എല്ലാ പണി ചെയ്യുമ്പോഴും അതിന്റെ ആരംഭ സമയത്ത് ഷി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത, അഗ്നിയെ പുക കൊണ്ട് ആവരണം ചെയ്യുന്ന മാതിരി ഏത് കർമ്മവും ബുദ്ധിമുട്ടിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ദുബായിൽ ഒരു ജോലി കിട്ടിയാല് അതിന്റെ വിസ വേണം, പാസ്പോർട്ട് വേണം, വർക്ക് പെർമിറ്റ് വേണം, അവിടെ പോകണം, അതിൻ്റെതായിട്ടുള്ള എംബസിയിൽ പോകണം, കാര്യങ്ങൾ ചെയ്യണം, ഇൻഷുറൻസ് എടുക്കണം, കുറെ കാര്യങ്ങൾ ചെയ്താലേ അവസാനം ദുബായിലെ ജോലിക്ക് ചേരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് ജോലിക്കാണെങ്കിലും, ഇന്ത്യയിലെ ഏത് ജോലിക്കാണെങ്കിലും ശരി, അതിൻ്റെതായിട്ടുള്ള കുറെ പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകളെല്ലാം ദുഃഖകരമാണെന്ന് ഭഗവാൻ കൃഷ്ണനാ പറഞ്ഞത്, ഗോപാലകൃഷ്ണനല്ല. സർവാരംഭഹി ദോഷേണ. ഏത് പണി ആരംഭിക്കുമ്പോഴും അതിന് ഒരു വീട് കിട്ടി, ആ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോഴത്തേക്കും കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു വീട് പണിയാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഇല്ലേ? കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ആത്മീയതയാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഡേ ടു ഡേ ഫാക്ടുകളാണോ നോക്കൂ. ഇത് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, നമ്മുടെ ആചാര്യന്മാർ ആരും പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം ആത്മീയതയിലേക്ക് കൊണ്ടുപോയി ചാർത്തി ഈ ഭഗവത്ഗീതയെ ഒരു ആത്മീയ ഗ്രന്ഥമാക്കി. ഇവിടെ എവിടെയാ ആത്മീയത ഉള്ളത്? കൃഷ്ണൻ പറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ മാത്രം ആത്മീയത. പറഞ്ഞിരിക്കുന്നതെല്ലാം ഭൗതിക ജീവിതത്തിലെ കാര്യമാണ്. സർവാരംഭഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത. എങ്ങനെയാണോ അഗ്നി വരുന്നതിന് മുമ്പ് കുറെ പുകയുണ്ടാവുന്നത്, അഗ്നി കത്തുന്നതിന് മുമ്പ് കുറെ പുകയുണ്ടാവും, അതുപോലെ ശരിക്ക് പ്രകാശമാനമായ കർമ്മം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറെ പുകയുണ്ടാവും, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെല്ലാം അനുഭവിച്ചു വേണം എന്ന് മക്കളോട് പറയൂ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ. നിങ്ങളുടെ സ്വധർമ്മം സർവാരംഭഹി ദോഷേണ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിഞ്ഞാൽ നിങ്ങൾ സർവപാപത്തിൽ നിന്ന് മോചിതരാകും എന്ന് ഗോപാലകൃഷ്ണനല്ല ശ്രീകൃഷ്ണനാണ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തില് 48-ാമത്തെയും 47-ാമത്തെയും ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്റെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞതൊന്നുമല്ല, ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന അർത്ഥമേ ഉള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ധന്യമായ ഭഗവത്ഗീത ക്ലാസ്സിൽ പങ്കെടുത്തവർക്കെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും നിങ്ങളുടെ പ്രണാമങ്ങളും മഹാദേവന്റെ പാദങ്ങളിലും പത്മനാഭന്റെ പാദങ്ങളിലും ഗണപതിയുടെ പാദങ്ങളിലും പൂർണ്ണത്രയീശന്റെ പാദങ്ങളിലും അതേപോലെ തന്നെ ഗുരുവായൂരപ്പന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഭാരതമാതാവിന്റെയും കൃഷ്ണന്റെയും ഋഷീശ്വരന്മാരുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ഉത്തരോത്തരാഭിവൃദ്ധി.